അച്ഛാ ചായ പഞ്ചസാര തീർന്നിട്ടാ. ആ പലചരക്ക് കടയിൽ പൈസ കൂടി വരെയാണ്. ഇനിയിപ്പോ സാധനമൊന്നും തരൂലെന്ന് പറഞ്ഞ കണക്കായി. പോണെടുത്തോളം പോട്ടെ അച്ഛാ. ആ എന്താളിയാ ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറച്ച് ഭാഗമുണ്ട്. ആ മരുന്ന് പരട്ടിയ ഭാഗമുണ്ട്. പക്ഷെ മരുന്നെല്ലാം കഴിഞ്ഞു പോയി. ഇപ്പൊ അതൊന്നും ഒരു വഴിയില്ല. അതെ, രാവിലെ എണീറ്റ് നടക്കാറൊക്കെ ഇല്ലേ? ആ കുറേശ്ശെ നടക്കാൻ നോക്കുന്നു. ഒന്നുമല്ല, മടിയാണ് അമ്മാവ. മടിയൊന്നുമില്ലപ്പാ, വല്ലാതെ വേദന. നീ ഇപ്പൊ എന്നിട്ട് ഇനി ഒന്നിനും പോണൊന്നുമില്ല. ഇപ്പൊ എവിടെ പോവാനാ? ഈ വയസ്സായപ്പോ അച്ഛനിപ്പോ എത്ര കാലം ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് നോക്കാൻ പറ്റിച്ചിട്ടാ? അതെ, നീ നാളെ ഒന്നാ പഞ്ചായത്തിലൊന്ന് ചെല്ല്. എന്തിന്? വിധവാ പെൻഷൻ ഒരു അപേക്ഷ കൊടുക്കും, ചിലപ്പോ കിട്ടിയാലോ. ഈ അമ്മാവിന് എന്തീ പറയണേ? ഭർത്താവ് മരിച്ചവർക്കല്ലേ വിധവാ പെൻഷൻ. ഇതിപ്പോ ഭർത്താവിനെ കാണാനില്ലെന്നും പറഞ്ഞ്. അത് ഇന്ന് ഇന്നലെ ഒന്നല്ലല്ലോ, 7-8 കൊല്ലായില്ലേ അവൻ പോയിട്ട്. അവൻ എവിടെയെന്ന് വല്ല വിവരം ഉണ്ടാ? എങ്ങനെ ജീവിക്കാച്ചിട്ടാ? ഞാനതൊക്കെ അന്വേഷിച്ചു. നമ്മുടെ ആ രാമേന്ദ്രന്റെ മകളില്ലേ, കല്യാണം കഴിഞ്ഞിട്ടേ അവളുടെ ഭർത്താവളെ ഇട്ടിട്ട് പോയിട്ട് 9 കൊല്ലായി. ഒരു വിവരമില്ല. അവസാനം പഞ്ചായത്ത് ചെന്ന് പറഞ്ഞപ്പോ അവൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്നാ പറയുന്നത്. ആ ഒന്ന് ചെന്ന് അന്വേഷിച്ചു നോക്ക്, ചിലപ്പോ എന്തേലും ശരിയായാലോ. ആലോചിച്ചിരിക്കല്ലേ മണ്ടു, നീ നാളെ ഒന്ന് ചെല്ല്. ആ അല്ല സുഗത, ഈ ഭാര്യ മരിച്ചവർക്ക് വല്ല പെൻഷനും കിട്ടുക? എന്റെ അളിയാ, നമ്മളൊക്കെ ആണുങ്ങളായി പോയില്ലേ. വിധവൻ പെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എനിക്കറിയില്ല. ഈ അച്ഛൻ എന്താണ്? അമ്മാന് ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ ആ സൊസൈറ്റി വരെ വന്നാ, അപ്പൊ ഒന്നിങ്ങോട്ട് വന്നതാ. വെറുതെ അളിയനെ എന്തായിന്ന് അറിയാൻ വേണ്ടിട്ട്. കേറണില്ലേ? കേറ്. എന്നാ കുറച്ച് വെള്ളം എടുക്ക്. ഞാനൊരു 200 ഉറുപ്പ്യ ഉണ്ട് കയ്യില്, അത് ഇവിടെ തന്നിട്ട് പോവാച്ചിട്ടാ. ആ എന്താ പാപ്പാ? അപ്പാപ്പനാ? ആരാ അപ്പാപ്പൻ? ഹൈ, വയസ്സിൽ മൂത്ത ആളല്ലേ, അതുകൊണ്ട് അപ്പാപ്പാന്ന് വിളിച്ചോളൂ. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ കാര്യം? അല്ല, വീടിൻ്റെ കരമടക്കാനേ നമ്പർ ഓർമ്മയുണ്ടാ? നമ്പർ ഓർമ്മയില്ല. നമ്പർ ഓർമ്മയില്ലേ? ഇല്ല. പിന്നെ എങ്ങനെ കരടക്കും? നിങ്ങളുടെ സ്വന്തം വീടല്ലേ, ഉവ്വ. അപ്പൊ അതിന്റെ നമ്പർ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണ്ടേ? വെക്കണം. സ്വന്തം വീടിന്റെ നമ്പർ പോലും അറിയാതെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, സാറിൻ്റെ വീടിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു സാറ്. എന്റെ വീടിന്റെ കാര്യം ഞാനല്ലേ അടക്കുന്നത്, നിങ്ങളാണോ? അല്ല, നമ്പർ ഒന്ന് പറ. അത് പോട്ടെ, അത് നോക്കണ്ട. പിന്നെ കരടച്ചിട്ടുള്ള പഴയ റെസിപ്റ്റ് വല്ല കയ്യിലുണ്ടാ? അതുണ്ട്. എന്നാ അത് കാണിക്കുക, അത് മതിയല്ലോ. അത് വേണ. ഇതെന്താ ഇത്? കരടച്ച റെസീറ്റ്. ഇത് ഇതിനേക്കാൾ ചെറുതായിട്ട് ഇനി മടക്കാൻ പറ്റുമോ? ആ, അതും മുടക്കുന്നുണ്ടാ. അത് വേണ്ട വേണ്ട, ഇപ്പൊ കുഴപ്പമില്ല, എങ്ങനെ മതി. ഇത് വസ്തുവിന്റെ കരടച്ചന്റെ റെസിറ്റ് അല്ലേ? നിങ്ങൾക്ക് വീടിന്റെ അല്ലേ കരടക്കേണ്ടത്? ഇത് വസ്തുവിന്റെയാണ്. പിന്നെ ഈ നമ്പർ അത് കയ്യിൽ വെക്ക്. ഞാനേ ഒരാളോട് വിളിച്ചു ചോദിക്കട്ടെ കേട്ടാ. ഇന്ന് മറ്റേ ചായക്കടക്കാര അടവാണല്ലോ, അപ്പൊ നമുക്ക് പുറത്തു പോയിട്ട് ചായ കുടിക്കാം. ആ ഫുഡ് കോർട്ട് പോവാതാ നല്ലത്. എവിടെ? ഫുഡ് കോർട്ട് വേണ്ട സാറേ, അത് വേണ്ട. അതെ, അവിടെ ചാർജ് കൂടുതലാ. ചാർജ് കൂടുതലോ? അവിടെ 15 രൂപയാണ്. ആ, കുറച്ച് വടക്കോട്ട് അങ്ങോട്ട് തിരുവനന്തപുരം അങ്ങോട്ട് നടന്നാൽ 10 രൂപയ്ക്ക് ചായ കിട്ടും. അതാ ലാഭം. അപ്പൊ അത് കുറെ നടക്കണ്ടേ? നടന്നാലും ഒരു 10 അടി നടന്നാലും എന്താ 10 രൂപ 5 രൂപ ലാഭല്ലേ? എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് നടക്കാം അല്ലേ? കഴിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ, ആ അവിടെ ചെന്നാൽ ഈ പൈസയുടെ കാര്യം എങ്ങനെയാണ്? പൈസ എന്താ? അല്ല, പൈസ ആര് കൊടുക്കും? പൈസ സാറ് കൊടുക്കണേ കൊടുത്തോ. ആ, അല്ല അത് വേണ്ട. അല്ല, ആ പരിപാടി വേണ്ട. അതാണ്, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പേഴ്സ് എടുക്കാൻ മറന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒരു കാര്യം ചെയ്യാം, നമ്മൾ അപ്പനെ കൊടുക്കുക. ആയിക്കോട്ടെ. ഒരു ചായ കടി, അതിന്റെ പൈസ അപ്പനെ ഓക്കെ അല്ലേ? അല്ല, ഓക്കെ അല്ലേ? ഓക്കെ സാറേ. അതാണ്, പൈസ എടുക്കണേ, അവനാണ് പൈസ കൊടുക്കാനുള്ളത്. ശരി ശരി ശരി. അതെ, സാറുമായിട്ട് സംസാരിച്ചോട്ടാ. അപ്പൊ അങ്ങോട്ട് കൗണ്ടറിലേക്ക് ചെല്ലി, അവിടെ കൗണ്ടറിൽ പോയാൽ മതി.
കൗണ്ടറിലാരും. കൗണ്ടറിലേക്ക് ചെന്നാൽ മതി എന്ന് അവിടെയാണ് അതിന്റെ കരൊക്കെ എടുക്കുന്ന, അവിടെയാണ് അങ്ങോട്ട് പോക്കോളൂ. സാറേ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെയാണെന്ന്. അതല്ല ഇങ്ങോട്ട് വന്നത്. പൊന്നു ചേട്ടാ, അവിടെ സുധർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്, പച്ച സാരി ചുറ്റിയിട്ട്. പച്ചല്ല സാറേ, ഏ മഞ്ഞ. അല്ല പച്ചയാണ്. അല്ല മഞ്ഞ. ഇന്ന് മഞ്ഞ സാരി, ഇന്ന് മഞ്ഞ സാരി കൊടുത്തിട്ടുള്ളത്. ഇന്നലെ റെഡ്, മിനിഞ്ഞാന്ന് ഒരു ബ്ലാക്ക്, ഇതിന്റെ മുകളിലൊരു ബ്രൗൺ പുള്ളിയുള്ള സാരി. 4-ാം നാള് ചുരിദാറാ ഇട്ടത്, അടിയില് ഒരു ബ്രൗൺ ലെഗിൻസും മുകളിൽ മഞ്ഞ ടോപ്പും. അത് പറ്റില്ല. എന്താ ഒന്നുമില്ല, നിന്നോട് ഞാനൊരു കല്യാണം കഴിക്കാൻ പറയൽ തുടങ്ങിയിട്ട് നാള് കുറയല്ലോ. എങ്ങാനും ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ കണ്ട പെണ്ണുങ്ങളുടെ സാരിയുടെയും പാവാടയുടെ ഒക്കെ കളർ നോക്കി നടക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോയില്ലേ? കരടക്കണ്ടേ? അപ്പൊ കരടക്കാൻ തന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങടി ചെല്ലിന്ന് അവിടെ പച്ച സാരി ചുറ്റിട്ടേ. ഈ പച്ച അല്ലല്ല, ഏതാണ് കളറ്? സാറന്നെ അന്വേഷിച്ചോ. അല്ലല്ല, പറഞ്ഞോ. മഞ്ഞ. ആ മഞ്ഞ സാരി ഇട്ടിട്ട് ഒരു സ്ത്രീ ഇരിക്കണ്ട, അവരുടെ അടുത്തേക്ക് ചെല്ലൂ കേട്ടാ. അങ്ങോട്ട് പൊക്കോ. ആ അപ്പൊ നമ്മള് പറഞ്ഞത് പച്ച സാരി. പച്ചയും മഞ്ഞൊന്നും അല്ല ശീതള, നീ ആ കേസേ വിട്. ആ പൈസ, ചായക്കുള്ള പൈസ എടുത്തിട്ട് പോക്കറ്റിലേക്ക് ഉണ്ട് സാറേ, പോക്കറ്റിലുണ്ട്. പേഴ്സ് പോക്കറ്റിലുണ്ടല്ലോ. ഓ ആ അല്ല, പൈസ ഒക്കെ ഇല്ലേ? ആ അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വരും നിങ്ങള്. അല്ല അല്ല അല്ല, പോന്നോട്ടെ സാറേ, പോന്നോട്ടെ. വരൂ പോന്നോട്ടെ സാറേ, ഇതും കൂടി കഴിഞ്ഞിട്ട് പോവാം നമുക്ക്. അല്ല, പേഴ്സ് എടുത്തിട്ടുണ്ടല്ലോ. വരൂ. എന്തായിരുന്നു സാറേ ഈ വിധവയില്ലേ? വിധവയില്ലല്ലോ. സാറേ ഇവിടെ വിധവയില്ലല്ലോ. വിധവ ആരാ? അതല്ല, വിധവ പെൻഷൻ. വിധവ പെൻഷനോ? ആർക്കാ? എനിക്ക്. വിധവേണോ? അതെ അല്ലേ? അല്ല. വിധവല്ലേ? അല്ല. പിന്നെ എങ്ങനെ പെൻഷൻ? അല്ലെങ്കിൽ പെൻഷൻ കിട്ടൂല. അല്ല സാറേ, എന്നെ പോലുള്ളവർക്ക് പെൻഷൻ കിട്ടുമെന്ന് അമ്മാവും പറഞ്ഞു. സാറേ വിധവ അല്ലെങ്കിൽ വിധവ പെൻഷൻ കിട്ടുമോ? എങ്ങനെ? വിധവ അല്ലെങ്കിൽ വിധവ പെൻഷൻ ഒന്നും കിട്ടില്ല. വിധവ അല്ലെങ്കിൽ വിധവ പെൻഷൻ കിട്ടില്ല. അല്ല സാറേ, എന്റെ ഭർത്താവിനെ കാണാതെ പോയിട്ട് ഇപ്പൊ ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞ്. അതെ. അയ്യോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിധവ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. സാറേ അതെ, ഭർത്താവ് കാണാതെ പോയി. അല്ല, കാണാനില്ല. ഭർത്താവ് ഇപ്പൊ ഇല്ല. 8 വർഷമായി. 8 വർഷമായി. അപ്പൊ കിട്ടും. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? സാറേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു അപേക്ഷ തരിക. തരാം സാറേ. പിന്നെ നിങ്ങള് പുനർവിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. വേറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞാൻ സ്വന്തം വീട്ടിലാണോ? അച്ഛന്റെ കൂടെ. അച്ഛന്റെ കൂടെ. അച്ഛൻ എന്താ ജോലി? ഒന്നുമില്ല, പ്രായമായി. പ്രായമായി. നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും വരുമാനം? ഇല്ല. വരുമാനമില്ല. അപ്പൊ വേറെ വരുമാനങ്ങളൊന്നുമില്ല, വേറെ മാർഗവും ഇല്ല, ആശ്രിതരാരും ഇല്ല, ആരുമില്ല. വേറെ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ വില്ലേജിൽ പോവുക. വില്ലേജിൽ പോയിട്ട് പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുതരിക. അത് തരാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇവിടെ നീക്കും കേട്ടോ. അവിടെ നിൽക്കും കേട്ടോ. കൊറേ സമയം എടുക്കോ സാറേ? കുറെ സമയം എടുക്കും സാറേ. അതിപ്പോ വില്ലേജിൽ തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും നോക്കൂ കേട്ടോ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെ അല്ല കല്യാണം പിന്നെ ഇനി കഴിക്കുന്നുണ്ടോ? സാറേ ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ പോയിട്ട് വന്നോ കേട്ടോ. പോവുകയാണല്ലേ? ശരി. ചായയുടെ ഫുൾ ക്യാഷ് ഞാനാണ് കൊടുക്കുന്നത്. പിന്നെന്താ? പോവാ അടിക്ക്. പോവാ. അല്ല, ക്യൂ എവിടെ പോയിട്ടത്?
ആ ശരി. അച്ഛനൊക്കെ മാഞ്ഞു പോയിക്കണ എൻ്റെ ഇല്ല അടങ്ങാറാണല്ലോ അത്. മന്മത ആ ഒന്നും കൊണ്ട് വാ. സാർ ഞാൻ ഒരു പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക. ഓ എന്ത് പേപ്പറാ നോക്കണേ? ന്യൂസ് പേപ്പറാ. അത് പിന്നെ നോക്കാലോ. വീട്ടിൽ നിന്ന് വായിക്കാൻ സമയം കിട്ടില്ല. അതെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അടിക്കുമ്പോഴേ ചിലതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല സ്ക്രീനിൽ. ഇത് കണ്ടപ്പോ ആ ഡി ക്യാപിറ്റൽ ലെറ്റർ വരുന്നേ ഇല്ല. എന്താ വരാത്ത? സാറേ അതിന് ഷിഫ്റ്റ് അടിക്കണം. ഷിഫ്റ്റോ? അത് സുരേഷ് ഗോപിന്റെ അല്ലേ? അതല്ല, ഇതിനകത്ത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പാട്ടുന്നുണ്ട്. ഷിഫ്റ്റ്. ആ വന്ന് ഓക്കെ അല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഈ ഷിഫ്റ്റ് ഇവിടെ ഉണ്ട് 2 ഭാഗത്തുണ്ടല്ലോ ഷിഫ്റ്റ്. എന്തിനാ അത്? എൻ്റർ ഒരു ഭാഗത്തുള്ളൂ, ബാക്ക് സ്പേസ് ഒരു ഭാഗത്തുള്ളൂ. ഈ ഷിഫ്റ്റ് 2 ഭാഗത്തുണ്ട്. എന്തിനാ അത്? അത് ചിലപ്പോൾ സാറേ ഈ ഒരു ഷിഫ്റ്റ് കംപ്ലൈന്റ് ആയാലും മറ്റേ ഷിഫ്റ്റും കൂടെ ഉപയോഗിക്കാമല്ലോ. ഓ അങ്ങനെയാണല്ലേ. ഇതൊന്നും മാണ്ടില്ല കേട്ടോ. നമ്മളെ പഴയ പുസ്തകം പേന ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ നടന്നിനി. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, കറണ്ട് പോയി അത് നിന്ന്, റേഞ്ച് ഇല്ലെങ്കിലും പോയി. കുറേ ഇതിനകത്ത് ഇങ്ങനെ കിടക്കും. മറ്റേ ഫയലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എലി കറണ്ട്, പേപ്പർ പോയി, വെള്ളം നനഞ്ഞ് നമ്മുടെ ഓഫീസിന്റെ അവസ്ഥ അറിയാലോ. അതൊരു ഇടിയറ്റി അതും പോകടോ. എന്നാലും അതിനെ നമുക്ക് എടുക്കാൻ പറ്റും എങ്ങനെയെങ്കിലും. എന്നാ ചെല്ല്. അല്ല ഞാൻ കൂടെ നിൽക്കാം സാർ. ഇനി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കണേ ഞാൻ നോക്കാം. മണ്ടത്തരം ആരാണ്ടോ ഞാൻ? അല്ല സാർ ഞാൻ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച. വില്ലേജ് ഓഫീസറല്ലേ? അയ്യോ സാർ ഞാൻ ഉദ്ദേശിച്ചതല്ല. സാർ എന്തെങ്കിലും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടണ്ട. ഞാൻ അല്ല പറഞ്ഞു. ചാടൂല. എനിക്കൊരു അബദ്ധം ഉണ്ടായി, ഒരു സംശയം ഉണ്ടായി, ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്ത് കേട്ടോ. നീ എന്റെ പണിയെടുത്ത് പോയിട്ട് കളിച്ച് മേപ്പ. മന്മതാ, ഒറ്റ മിനിറ്റ് പോലെ ഇങ്ങോട്ട് വാ. ഒറ്റ കാര്യം കൊണ്ടുണ്ട്. ഇങ്ങോട്ട് വാ. സാറേ അതെ, ഞാൻ കുറെ നേരം ഈ മൗസ് ഇങ്ങനെ തിരിക്കണേ. ഈ മൗസ് തിരിക്കുമ്പോ മറ്റേ സാധനം ഇങ്ങനെ പൊന്തി വരണ്ടേ? ഇതാ ചെറിയ കുന്തം പോലത്തെ ഒരു സാധനല്ലേ, ഏറോ മാർക്ക്, അത് വരുന്നില്ല. നോക്ക്, കുറെ നേരം ഞാൻ തിരിക്കണേ. എന്തോ കുഴപ്പം പറ്റിക്കണേ. രാവിലെ മുതലേ അടങ്ങാറാണ്. അല്ല സാർ ഇത് ഈ പറഞ്ഞില്ലേ, ഇത് സാറ് കൈകാര്യം ചെയ്യണത് ശരിയല്ല. ഒരുപാട് അല്ല ഇതിനൊക്കെ ഒരു എന്താ വരാത്ത? ഈ കൈകാര്യം ചെയ്തിട്ട് വരുന്നില്ലല്ലോ. കണക്ട് ചെയ്തിട്ടില്ല സാർ. അത് കൊടുക്കണം, നല്ലത് വരുള്ളൂ. അത് ശരി. എന്നാ പിന്നെ അവിടേക്ക് പോലെ. എനിക്ക് അല്ല അല്ലെങ്കിൽ അവിടേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഇനി എന്നെ വിളിക്കാൻ നിൽക്കണ്ടല്ലോ. എന്തേ? ഈ വിധവാ പെൻഷന്റെ. അയ്യോ അത് പഞ്ചായത്തിലാണ്. ഞാൻ പഞ്ചായത്തിൽ നിന്നാ വന്നേ. ഓ പഞ്ചായത്തിലെ വർക്ക് ചെയ്യണേ? അല്ല സാറേ, ഞാൻ ഈ വിധവാ പെൻഷന്റെ കാര്യത്തിന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു. അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണോന്ന്. അല്ല ആരാ വിധവ? ഞാൻ. നിങ്ങളോ? അല്ല, എന്റെ ഭർത്താവിനെ കാണാതായിട്ട് ഇപ്പൊ ഒരു 8 വർഷത്തിൽ കൂടുതലായി. അല്ല എത്ര വയസ്സുണ്ട്? ഒരു 45 വയസ്സൊക്കെ. അയ്യോ ഒരു 30 താഴെ പറയുള്ളൂ. 42 നിങ്ങളെ കണ്ട? അല്ല, എനിക്ക് 32 വയസ്സാണ്. 45 ഭർത്താവിനാ? അത് ശരി. അതാ നിങ്ങളെ കണ്ട ഒരു 28 പറയുള്ളൂ. സാറേ സർട്ടിഫിക്കറ്റിന്. അല്ല അത് ഈ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടത്? അതെ. അതല്ലേ? അപ്പൊ അതിന് എന്താ വേണ്ടിയെന്നറിയോ? നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണം. SLC ബുക്ക് ഉണ്ട് അതിൽ? ഉണ്ട്. അത് മേടിക്കും. അത് വീട്ടിലാ. വീട്ടിലാണ്. ആധാർ കാർഡ് ഉണ്ടോ? അതെടുക്കും. അതും വീട്ടിലാ. അത് വീട്ടില. അപേക്ഷ ഉണ്ടോ കൈമില്? അല്ല, സാറിനോട് ചോദിച്ചിട്ട് എഴുതാന്ന് ഓർത്തു ഞാൻ. ശരി. അപ്പൊ വെറും കൈയോട് ഇങ്ങോട്ട് പോന്ന വില്ലേജ് ഓഫീസറെ കാണാൻ ഇങ്ങനെ വരല്? ഇതാ പഠിപ്പ്. പറയല്ലേ സാർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ആകെ വിഷമിച്ചിരിക്കുന്ന സ്ത്രീയല്ലേ, അതിന് കുറച്ചുകൂടെ ഒരു മയത്തിൽ സംസാരിക്കും സാറ്. ഇതേ ഒന്നും വേണ്ട, ഞാൻ അവരുടെ കൂടെ അവരെ വീട്ടിൽ പോയിട്ട് രേഖകളെല്ലാം എടുത്തോണ്ടെങ്കിൽ വരാം. അവളെ കൂടെ പെരയെ പോയിട്ട് രേഖകൾ എടുത്ത് വരാനോ? എനിക്കൂടെ പേപ്പർ നോക്കാല്ലേ മന്മഥ? വന്നിട്ട് നോക്കാം സാർ. അത് വേണ്ട. ഇവിടെ അടുത്തൊരു അക്ഷയ സെന്റർ ഉണ്ട്. അക്ഷയ സെന്റർ അതാ ഉദ്ദേശിച്ചത്. അവിടെ പോയിട്ടേ അവിടുത്തെ സത്യവാങ്മൂലത്തിന്റെ കോപ്പി മേടിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വാ. അപ്പൊ ശരിയായി തരാം. അക്ഷയ സെന്റർ അറിയില്ലല്ലോ, ഞാനും കൂടെ പോയിട്ടില്ല സാർ. എനിക്കറിയാം, ഇവിടെ ഇല്ലേ? ഓക്കറിയൂ. എന്തിനാ എല്ലാത്തിനും കൂടെ നടക്കാൻ നിൽക്കണേ? അല്ല അറിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. കുഴപ്പമില്ല സാറേ. അപ്പൊ ഇത് മേടിച്ചുകൊണ്ട് വന്ന അപ്പൊ തന്നെ കിട്ടുമോ? ഇല്ല, അപ്പൊ കിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കാൻ വരും. പുനർവിവാഹം ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് അവിടെ വരും. ഹലോ, ഞങ്ങളല്ല, ഞാൻ വരും. വില്ലേജ് ഓഫീസറാണ് വരിക. സാധാരണ സാർ എന്റെ സ്കൂട്ടറിൽ കൂടെ നമ്മൾ ഒരുമിച്ചില്ല ഇങ്ങനെയുള്ള കാര്യം അന്വേഷിക്കാൻ പോകണം. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. എത്ര പേര് വരും? 2 പേര് എന്തായാലും ഉണ്ടാവും. എന്തിനാ 2 ആള്? ഞാൻ ഉണ്ടാവുള്ളൂ. എന്തിനാത്?
അല്ല അച്ഛനോട് പറയാൻ വല്ല ചായയൊക്കെ ഉണ്ടാക്കും. ആ ചായ ഒരു ചായ എടുത്താൽ വിത്തൗട്ട് എടുത്താൽ മതി, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ആയിട്ട് വരാം ആ സാർ. വന്നാൽ മതി. ശരി സാർ. വന്നതാ എല്ലാത്തിലായിട്ട് കാലിടാൻ വരണ്ടേ കേട്ടോ. അന്റെ പണിയെടുത്താൽ മതി. അപ്പൊ എനിക്ക് യാതൊരു തിരക്കില്ല. എനിക്ക് ഓളെ കൂടെ ഓളെ പെരേ പോകാൻ എനിക്ക് തിരക്ക് ഇല്ല സാറേ, ഞാൻ എങ്ങും പോകില്ല. അയ്യ പോയിട്ട് എന്റെ പേപ്പറിന് വർക്കാണ്. ഞാൻ ഒന്ന് പുറത്ത് വരെ പോയിട്ട് ആറ്റല്ലേ ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാനായിട്ട് അപ്പുറത്ത് അക്ഷയ വരെ പോകും. അപ്പൊ പോണ്ടെങ്കിൽ ഇപ്പോൾ വരാം സാറേ, ഫോട്ടോ സ്റ്റേറ്റ് എടുക്കണം. വല്ലാത്ത ഞരമ്പ് രോഗിയാണ് സാറേ. അല്ല അയാൾ പറഞ്ഞതിൽ ഒരു ന്യായമില്ലല്ലോ സാറേ. അയാൾ അവിടെ കാണാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്ത് വക സ്ലാബ് ഇട്ട് കൊടുക്കണം എന്ന് പറയണത്. അതെങ്ങനെയാ ശരിയാവണേ? എന്റെ ശീതള, ഇത് അങ്ങേര് ഫോൺ ചെയ്യണ സമയത്ത് നിനക്ക് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് സാറ് പറയണ്ടല്ലേ. ഞാൻ പറയേണ്ടതല്ലേ എന്നാ? ഞാൻ പറയുന്നതും താൻ പറയുന്നു ഒന്നല്ലേ പഞ്ചായത്തിന്റെ കാര്യമില്ലേ അത്? ആ മണ്ടു എന്നല്ല എന്താ മണ്ടു? സാറ് എന്റെ പെൻഷൻ എന്തായി? അയ്യോ കിട്ടിയില്ലേ? ഇല്ല. അല്ല അപ്പൊ അതിന്റെ രേഖകളൊക്കെ നിങ്ങൾക്ക് തന്നില്ലേ? അത് ഞാൻ എപ്പോഴേ ഇവിടെ കൊണ്ടു തന്നതാ. ആ അതൊക്കെ തന്നെ എല്ലാം ക്ലിയർ ചെയ്തല്ലേ സാറേ നമ്മള്? ഇതൊക്കെ 2-3 മാസമായില്ലേ കൊടുത്തിട്ട്? പിന്നെ എന്താ സാറേ പെൻഷൻ കിട്ടാതെ? ഞാൻ എന്തോരം കേറി ഇറങ്ങി നടന്നാണ്. നീ ആ ഫയൽ നോക്കിയാ ഫയൽ സാറ് എന്ത് നോക്കാം? മണ്ടുവിന്റെ കംപ്ലീറ്റ് പേപ്പേഴ്സ് ഞാൻ അപ്പൊ തന്നെ ശരിയാക്കണല്ലേ. എല്ലാം ക്ലിയർ ആക്കി വിട്ടാണത്. അപ്പൊ പൈസ കിട്ടാതെ എന്താ? എന്ത് സാറ് പൈസ കിട്ടാത്തത്? പൈസ എന്താ കിട്ടാത്തത്? മണി ഓർഡർ ആയിട്ടാണ് അവനെ. അല്ല, ഞങ്ങളത് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഇവിടുന്ന് അയക്കുകയാണ് ചെയ്യണത്. അപ്പൊ അത് അവിടെ നിന്ന് പിന്നെ കിട്ടുകയാണല്ലോ സാറേ. അത് ഞാൻ അവിടെ പോയി ചോദിക്കണായിരുന്നാ? നിങ്ങൾ എവിടെയും പോയി ചോദിക്കണ്ട. കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ വന്ന് കിടപ്പുണ്ടാവും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ ആരാ? പ്യാരിജാതൻ. പ്യാരിജാതൻ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ കോപ്പറേറ്റീവ് ബാങ്കിൽ പോവുക. അവിടെ പോയിട്ട് പൈസ ഉണ്ടോ എന്ന് നോക്കുക. പൈസ ഇല്ലെങ്കിൽ പ്യാരിജാതന്റെ കയ്യിലുണ്ടാവുക പൈസ. അല്ല അതെന്ത് പരിപാടിയാണ് സാർ? അത് ശരിയല്ലോ. അയാൾ എന്തിനാ മേടിക്കണത്? ഒന്നും മിണ്ടാണ്ട് നിൽക്കിന്റെ. അല്ല സാറേ, എന്തിനാ അയാൾ എന്റെ പൈസ മേടിച്ചോണ്ട് പോണ? അല്ല അതിപ്പോ ഈ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികള് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പെൻഷൻ പൈസകളൊക്കെ എടുത്തിട്ട് ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് ഒരു കണക്കിന് നല്ല കാര്യമാണ്. വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നല്ല കാര്യമാണ്. പിന്നെ അവരെന്തെങ്കിലും ചെയ്തു എന്ന് അവർക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് ചോദിക്കും. അവിടെ പൈസ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്യാരിജാതന്റെ കയ്യിലുണ്ടാവും. അത് കിട്ടും കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. ഇവിടുന്ന് എല്ലാം ക്ലിയർ ചെയ്താണ് അതെ കേട്ടോ. അപ്പോൾ ഒരു കാര്യം മണ്ടു, ഒരു മിനിറ്റ്. എന്താ സാർ? അല്ല അതല്ല, ഈ ഒരു അതെ, വേറെ വിവാഹാലോചന വല്ലതും വന്നോ? പിന്നെ അല്ല, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനെ വേറെ ഒരു ചായ കുടിച്ചാലോ എന്ന് പറയാം. പേഴ്സ് എടുത്തിട്ടുണ്ട്. വേണ്ട അല്ലേ?